ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പ്രിയങ്ക ജീവിച്ചിരിക്കുമ്പോ ഇവന് കല്യാണം കഴിക്കാൻ പറ്റുമോ? അമ്മേ, പ്രിയങ്ക മരിച്ചുപോയില്ലേ? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? ആ, അവള് മരിച്ചുപോയിന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ജീവിച്ചിരിക്കുന്നത് നേരിട്ട് കണ്ടിട്ടാ ഞാൻ വന്നിരിക്കുന്നേ. എന്റെ പ്രിയങ്ക മോളെ ഞാൻ കണ്ടു, ജീവനോടെ കണ്ടു. എടാ, ഇവര് കൊന്നതും കുഴിച്ചിട്ടതും വേറെ ആരോ ആണ്. എന്നിട്ട് നിങ്ങൾ കോടതിയിൽ പറഞ്ഞത് പ്രിയങ്കയും രാധികയും വരുണും കൂടെ കൊന്നു കുഴിച്ചു മൂടിയെന്നല്ലേ? എന്റെ മോള് മരിച്ചു എന്ന് കരുതിയപ്പോ ഞാൻ അങ്ങനെ പറഞ്ഞു. ഇവരെന്തൊക്കെയാ പറയുന്നത്? ദേവാ, എടാ, നിന്റെ മോക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. അവള് ജീവിച്ചിരിപ്പുണ്ടടാ. അവളെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഏട്ടാ, ഇവരിങ്ങനെ ഇത്ര ഉറപ്പ് പറയുമ്പോ അതിലെന്തെങ്കിലും കാര്യം കാണാതിരിക്കോ? പ്രിയങ്കയുടെ സംസ്കാരം നടത്തിയത് നീയും കൂടി ചേർന്നല്ലേ ചന്ദ്രശേഖര? അപ്പൊ ഈ പറയുന്നത് ഭ്രാന്ത് അല്ലെങ്കിൽ നിനക്കാണോ ഭ്രാന്ത്? വരുണും രാധിക ഒന്നിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. അതിന്റെ പേരിൽ വിവാഹം തടയാൻ ശ്രമിച്ചാലുണ്ടല്ലോ. ശ്രമിച്ചാ നിങ്ങൾ എന്ത് ചെയ്യും? ഞാൻ ഈ വിവാഹം മുടക്കും. അതെ, എന്റെ പ്രിയങ്ക മോൾക്ക് വേണ്ടിയാ. ജീവിച്ചിരിക്കുന്ന പ്രിയങ്ക മോൾക്ക് വേണ്ടി. അവള് മരിച്ചു എന്നെങ്ങാനും എന്നോട് പറഞ്ഞാലുണ്ടല്ലോ, കഴുത്ത് ഞെരിച്ച് കൊന്നളെ ഞാൻ. അമ്മ എന്തായി കാണിക്കുന്നേ? അമ്മ എന്തായി ചെയ്യുന്നേ? അമ്മ ഇങ്ങോട്ട് മാറി.